ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 22 ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 23 മുതൽ നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ച കാര്യം കന്നുകാലികളിലെ ഗുണപാഠങ്ങൾ, കപ്പലുകൾ എന്ന അത്ഭുതം, ഈ 2 കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, 2 ആയത്തിൽ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ സ്വർഗം, അതിൻ്റെ പ്രത്യേകതകൾ, അനുഗ്രഹങ്ങൾ, സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വിശ്വാസികൾ മാത്രം, അതുപോലെ തന്നെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് നമുക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മഖാരിജുൽ ഉറൂഫ്, ഹർഫുകളുടെ ഉത്ഭവസ്ഥാനങ്ങൾ, അതൊന്ന് കേൾക്കാം. ഇന്ന് പഠിക്കുന്ന അക്ഷരം ഏതാന്ന് പറയാൻ പറ്റുമോ? എവിടുന്ന ഒന്ന് പറഞ്ഞു നോക്ക്. എവിടുന്ന വരുന്നേ? മേലെ പല്ലിൻ്റെ അറ്റവും നാവിൻ്റെ മുൻഭാഗവും, ഈ ലാസ്റ്റ്, അതായത് അങ്ങേയറ്റല്ല, ഫസ്റ്റ്, ഈ തുടക്കം ദ ഉണ്ടോ, ദാൽ, അങ്ങനെ തന്നെ പറഞ്ഞ് ശീലിക്കണം ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ള ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ച 25-ാമത്തെ ഹദീസ്. عن ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال أمرت أن أقاتل الناس حتى يشهدوا أن لا إله إلا الله وأن محمدا رسول الله ويقيموا الصلاة ويؤتوا الزكاة فإذا فعلوا ذلك عصموا مني دماءهم وأموالهم إلا بحق الإسلام وحسابهم على الله تعالى. എന്താ പറഞ്ഞേ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്നും സാക്ഷ്യപ്പെടുത്തുകയും നമസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നതുവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവരത് ചെയ്താൽ അവരുടെ ധനവും രക്തവും എന്നിൽ നിന്ന് സുരക്ഷിതമായി. അവ ഇസ്ലാം അനുവദിച്ച മാർഗത്തിലല്ലാതെ അത് അനുവദനീയമാകുകയുമില്ല. അവരുടെ വിധി നടപ്പിലാക്കുന്നത് അള്ളാഹുവാകുന്നു. എന്താ ഈ ഹദീസ് നിങ്ങൾക്ക് മനസ്സിലായത്? ഇതില് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുക, 2-ാമത്തെ നിസ്കാരം നിലനിർത്തുക, 3 സകാത്ത് കൊടുക്കുക, നോമ്പനുഷ്ഠിക്കുക. ഈ 4 കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളിൽ നിന്നുണ്ടാവേണ്ടുന്ന കർമ്മങ്ങളാണ്. അതുണ്ടാകുന്നത് വരെ ഞാൻ അവരോട്, അല്ലെങ്കിൽ ജനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വാളെടുത്തിട്ട് പോലെ നിർബന്ധിപ്പിച്ചുകാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കണോ? അങ്ങനെയല്ല, അങ്ങനെ ഇസ്ലാമിലില്ല. കാരണം എന്താ? ലാ ഇക്റാഹ ഫിദ്ദീൻ, വിശുദ്ധ ഖുർആനിൽ എന്തില്ല? നിർബന്ധിതമായ മതപരിവർത്തനം
ഇല്ല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയടാ, ഇല്ലെങ്കിൽ എന്നെ ഇപ്പൊ കൊല്ലും എന്ന് പറയലല്ല, അതില്ല. പക്ഷേ ജനങ്ങളോട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? എല്ലാ ജനങ്ങളോടും യുദ്ധം ചെയ്യലുണ്ടോ? ഇല്ല. അതായത് പിന്നെ മക്കയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം നടന്നത്. ആ സമയത്ത് ഇസ്ലാമിൻ്റെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടും അതിനെതിരെ പ്രവർത്തിച്ച ആളുകൾ, അതുകൊണ്ടല്ലേ ബദർ യുദ്ധം ഉണ്ടായത്. അവിടെയാണല്ലോ ബദർ ഉണ്ടായത്, അവിടെയാണല്ലോ ഉഹദ്, ഖന്തക്ക് ഒക്കെ ഉണ്ടായത്. അതൊക്കെ അതിൻ്റെ പേരിലായിരുന്നു. കാരണം ഒരു ഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹും മറുഭാഗത്ത് ഷിർക്കുമായിരുന്നു. തൗഹീദും ഷിർക്കും തമ്മിലാണ് ബദറിൽ ഏറ്റുമുട്ടിയത്. അതുകൊണ്ടാണ് സ്വന്തം പിതാവിനെ മകൻ എന്ത് ചെയ്തത്? കഴുത്തറുത്തത്. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിച്ചവനായിരുന്നു മകൻ, ഷിർക്കിലായിരുന്നു പിതാവ്. നേരെ തിരിച്ചുണ്ടായിട്ടുണ്ട്. ബദറിൽ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന് കൃത്യമായി വിശ്വസിച്ച വിശ്വാസികളായ ഒരു കൂട്ടരും അള്ളാഹുവിന്റെ കൂടെ മറ്റുള്ളവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച മറ്റൊരു കൂട്ടരുമായിരുന്നു ഉണ്ടായിരുന്നത്. അബൂജഹലും അബൂലഹബൊക്കെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിക്കണ്, അള്ളാഹ് എല്ലാത്തോലോടും എന്ത് ചെയ്തിട്ടുണ്ട്? പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലേ? ബദർ യുദ്ധം നടക്കുമ്പോൾ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ, അതിൻ്റെ തലേന്നൊക്കെ അള്ളാഹിന്റെ റസൂൽ എന്ത് ചെയ്യാണ്? സുജൂദിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പടച്ചോനെ, ഈ കൊച്ചു സംഘത്തെ നീ നശിപ്പിച്ചാൽ പിന്നെ ലോകത്ത് നിന്നെ മാത്രം ആരാധിക്കുന്നവർ വേറെ ആരും ഉണ്ടാകൂല. അതുകൊണ്ട് ഞങ്ങളെ നീ വിജയിപ്പിക്കണേ. അപ്പുറത്തുനിന്ന് പ്രാർത്ഥിച്ചെന്താ? അപ്പുറത്തുള്ള ആളുകളും പ്രാർത്ഥിച്ചെന്താ? അള്ളാഹുവെ, സത്യത്തിന്റെ പാർട്ടിയെ നീ വിജയിപ്പിക്കണേ. ആ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ച്. സത്യത്തിന്റെ പാർട്ടിയെ അള്ളാഹു വിജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അംഗീകരിക്കുന്ന ഒരു കൂട്ടരും നേരെ തിരിച്ചൊരു കൂട്ടരുമായിരുന്നു. അതേപോലെ തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതും ഈ ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അതായത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കുറെ മുസ്ലിമീങ്ങൾ പ്രവാചകന് ബൈത്തുൽ മാലിലേക്ക് സക്കാത്ത് കൊടുത്തിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഞങ്ങൾ ഇനി കൊടുക്കൂല എന്ന് പറഞ്ഞു. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, എന്ത്? ലഉഖാതിലന്നാസ, ജനങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. ഏതുവരെ? അവര് സക്കാത്ത് വിഹിതം അള്ളാന്റെ റസൂലിനൊരു ഒട്ടകത്തെ കെട്ടുന്ന കയറാണ് കൊടുത്തിരുന്നതെങ്കിൽ പോലും അതിൻ്റെ പേരിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യുന്ന. കാരണം അത് അർഹതപ്പെട്ട കാര്യമാണ്, ചോദിച്ചു വാങ്ങേണ്ടതാണ്. അല്ലേ? സക്കാത്ത് പറഞ്ഞാൽ അങ്ങനെയാണ്. ഏത്? നമ്മൾ ഔദാര്യം കൊണ്ട് അങ്ങോട്ട് കൊടുക്കല്ല. പാവങ്ങളുടെ അവകാശമാണ് ഏത്? സക്കാത്ത്. അത് നമ്മൾ വിനിയോഗിക്കൽ ഹറാമാണെന്നാ, നമ്മൾ ഉപയോഗിക്കൽ ഹറാമാണെന്നാ. അള്ളാഹുവിൻ്റെ സമ്പത്ത് അള്ളാഹ് നൽകിയ ആ സമ്പത്തിൽ നിന്ന് നമുക്ക് നിശ്ചയിച്ച വിഹിതം കഴിഞ്ഞ് പാവപ്പെട്ടവന്റെ അവകാശമായി ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? കൊടുത്തിരിക്കണം, സക്കാത്തായി കൊടുത്തിരിക്കണം. അതിലൊരു രൂപ നമ്മളതിലുണ്ടെങ്കിൽ നമ്മളത് മുഴുവൻ ഹറാമായി എന്നാ ഇസ്ലാമിക ലോകത്തുള്ള പണ്ഡിതന്മാർ പറഞ്ഞ്. ഇപ്പോൾ വളരെ ഗൗരവമുണ്ട് സക്കാത്തിന്റെ വിഷയത്തിലൊക്കെ. ഇപ്പം അടുത്തൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സക്കാത്തൊക്കെ ആളുകൾ കൃത്യനിഷ്ഠയോടുകൂടി കൊടുക്കാൻ തുടങ്ങിയത്. എന്നാലും നോക്കാത്ത കുറേ ആളുകളുണ്ട്. സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇപ്പോഴും ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് പരിഗണിക്കാത്ത കുറേ ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. കാരണം എന്തെങ്കിലുമൊക്കെ വീടിന്റെ മുന്നിലേക്ക് വരുന്ന ആളുകൾക്ക് ചെറിയ പൈസയൊക്കെ കൊടുത്തിട്ട് എൻ്റെ ബാധ്യത തീർന്നു എന്ന് വിശ്വസിക്കുന്നവരും എന്തുണ്ട്? ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ബാധ്യത തീരൂല. സക്കാത്ത് ഇങ്ങോട്ട് ചോദിച്ചു വരുന്നിട്ട് കൊടുക്കേണ്ടതല്ല. മറിച്ച് എന്താണ്? കൃത്യമായി നമുക്ക് കിട്ടിയ എല്ലാ ഇൻകം കണക്കുകൂട്ടി, നമ്മൾ ചെലവഴിച്ചതും കണക്കുകൂട്ടി, ബാലൻസ് നമുക്ക് ഇത്രയുണ്ട്, അതിൽ നിന്ന് 2.5% നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? പാവങ്ങളുടെ അവകാശമായി സക്കാത്ത് കൊടുക്കണം. അത് അവകാശികളായി നിശ്ചയിച്ചിട്ടുള്ള ആളുകൾക്ക് ആർക്കും കൊടുക്കാവുന്നതാണ്. 8 അവകാശികളുണ്ടല്ലോ സക്കാത്തിന്റെ, അവർക്കൊക്കെ അത് കൊടുക്കാവുന്നതാണ്. കറണ്ട് ഏതാ? അപ്പോ ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ സൂക്ഷ്മത
അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. 23-ാമത്തെ ആയത്ത് കേട്ടോളൂ. ولقد أرسلنا نوحا إلى قومه فقال يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون. അതിൽ വന്ന തജ്വീദ് നിയമങ്ങൾ വലഖദ് എന്താണ്? ഹുറൂഫുൽ ഖൽഖല. പിന്നെയോ നൂഹൻ ഇല. അവിടെ നൂഹൻ ഇല എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല. കാരണം ഇൽഹാറുൽ ഹൽക്കിയാണ്. സാക്കിനായ നൂനിൻ്റെയോ തൻവീൻ്റെ ശേഷം ഹൽക്കിൻ്റെ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന ഈ അക്ഷരങ്ങളിൽപ്പെട്ട ഒന്നാണെങ്കിൽ ഇവയെ മണിക്കാതെ വെളിവാക്കി വ്യക്തമായി ഉച്ചരിക്കണം. ഏതൊക്കെ അക്ഷരങ്ങളാ? ഹംസ്, ഹ, ഖ, ഐനു, ഗൈന്, ഹ അല്ലേ? അപ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹ, അതിനുശേഷം ഹംസ് വന്നിട്ടുണ്ട്. അപ്പം അവിടെ വെളിവാക്കിയിട്ടാണ്, ഇൽഹാർ ചെയ്തിട്ടാണ് ഓതേണ്ടത്. പിന്നെ മിൻ ഇലാഹിൻ ഗൈറുഹു, അവിടെയും അതേ നിയമം തന്നെയാണ്. ഇവിടെ ഹംസത്തുൽ വസ്ൽ, അത് നമ്മൾ യാ ഖൗമി അബ്ദു. അതുപോലെ ഇദ്ഗാമു ശഫവി ലക്കും മിൻ, മനസ്സിലായോ? അതുപോലെ ഗൈറഹു, വഖഫു ജായിസ്, ജീം നമ്മൾ പഠിച്ചതാണ്. നിർത്തൽ ജായിസാണ്, അനുവദനീയമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ജീം കണ്ടാൽ അവിടെ എന്ത് ചെയ്യാം? വഖഫ് ചെയ്യാം. എന്നാൽ വഖഫ് ചെയ്യാതെയും നിർത്താതെയും എന്ത് ചെയ്യാം? ഓതാവുന്നതാണ്. മദ് മുൻഫസിൽ. മദ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാക്കിൻ്റെ അവസാനം മദ്, അതായത് വാവ് വന്നു, അതേപോലെ തന്നെ തൊട്ടടുത്ത വാക്കിൻ്റെ തുടക്കത്തിൽ ഹംസയും വന്നാൽ അതിനെ 4 മുതൽ 5 ഹറക്കത്ത് സമാനമായ സമയം നീട്ടി ഓതാവുന്നത് ജായിസാണ്, അനുവദനീയമാണ്. എന്ന് പറഞ്ഞാൽ ഗൈറഹു അഫല, മനസ്സിലായോ? അവിടെ ജീമുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗൈറ എന്ന് പറഞ്ഞിട്ട് നിർത്താം. ഒന്നും കൂടെ ആയത്ത് കേട്ടോക്ക്. ولقد أرسلنا نوحا إلى قومه فقال يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون. അവിടെ നിർത്താതെ ഓതുകയാണെങ്കിലാണ് ഗൈറുഹു എന്ന് പറഞ്ഞിട്ട് നീട്ടി ഉച്ചരിക്കണം എന്ന് പറഞ്ഞ് മദ് പറഞ്ഞ്, മനസ്സിലായോ? അതുപോലെ തത്തക്കൂൻ നമ്മൾ സാധാരണ പഠിച്ചതാണ്. നിർത്തുന്ന സമയത്ത് അവസാന അക്ഷരത്തിന് സുക്കൂന് വരുന്നത് കാരണം അതിന് തൊട്ടു മുമ്പുള്ള മദ്ദുള്ള അക്ഷരത്തെ 2, 4, 6 ഹർക്കത്ത് വരെ എന്ത് ചെയ്യാം? നീട്ടി ഓതാവുന്നതാണ്. തത്തക്കൂൻ. ഇനി അടുത്ത നോക്ക്. വലഖദ്, തീർച്ചയായിട്ടും അല്ലെങ്കിൽ നിശ്ചയമായും, അർസൽന, നാം അയക്കുകയുണ്ടായി. അർസല എന്ന് പറഞ്ഞാൽ അയച്ചു എന്നാ. അതിൻ്റെ മുലാരിയാണ് യുർസിലു. അർസല യുർസിലു. അർസൽന എന്ന് പറഞ്ഞാൽ നാം അയക്കുകയുണ്ടായി. നൂഹൻ, നൂഹിനെ നാം തീർച്ചയായും അയക്കുകയുണ്ടായി. ഇലാ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക്, തൻ്റെ ജനതയിലേക്ക്. ഖൗമുൻ എന്ന് പറഞ്ഞാൽ ജനത. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു. ആര്? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. യാ ഖൗമി, ഓ എൻ്റെ ജനങ്ങളെ, അഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ. മാലക്കും മിൻ ഇലാഹിൻ, മാലക്കും നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ ഒരു ഇലാഹുമില്ല, ഗൈറഹു അവനല്ലാതെ. ആരല്ലാതെ? അല്ലാഹുവല്ലാതെ. അഫലാ തത്തഖൂൻ, അതിനാൽ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? ഇതാണ് ആയത്ത്. ആയത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം, നൂഹിനെ നാം അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് ദൂതനായി അയക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുക, നിങ്ങൾക്ക് അവനല്ലാതെ യാതൊരു ദൈവവുമില്ല, അതിനാൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? ഈ ആയത്തിൻ്റെ അർത്ഥം അറിയോ? ഇനി അർത്ഥം പറഞ്ഞേ. വലഖദ്, തീർച്ചയായും, അർസൽന, നാം അയക്കുകയുണ്ടായി, നൂഹിനെ, ഇലാ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക്. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി,
എൻ്റെ ജനങ്ങളെ ഉബ്ദു നിങ്ങൾ ആരാധിക്കുവിൻ അള്ളാഹുവിനെ, മാലക്കും നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ ഒരു ആരാധ്യനുമില്ല, ഗൈറുഹു അവനല്ലാതെ, അഫലാ തത്തഖൂൻ നിങ്ങൾ സൂക്ഷ്മത കാണിക്കുവിൻ അല്ലെങ്കിൽ സൂക്ഷ്മത പാലിക്കുവിൻ. ഇതാണ് ആയത്തും അതിൻ്റെ അർത്ഥവും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇനി ഈ ആയത്തും കൂടെ കേട്ടിട്ട് ഞാൻ അവസാനം വിശദീകരിച്ചു തരാം. فقال الملأ الذين كفروا من قومه ما هذا إلا بشر مثلكم يريد أن يتفضل عليكم ولو شاء الله لأنزل ملائكة ما سمعنا بهذا في آبائنا الأولين. ഇതിലെ തജ്വീദ് നിയമങ്ങൾ പറയാൻ പറ്റുമോ? കേൾക്കണില്ല. അൽ മലഉ എന്നുള്ളത് അല്ലേ? അവിടെ എന്താ ഉള്ളത്? ഹംസത്തുൽ ഫസ്ല്. പിന്നെ നോക്കിയാ നമുക്ക് അല്ലേ? ഇതാ ഹംസത്തുൽ ഫസ്ൽ എവിടെയൊക്കെ വന്നണ്? ഈ വാക്കിന് മുമ്പിലെ വചനവുമായി ചേർത്തി ഓതുമ്പോൾ ഹംസ ഉച്ചരിക്കില്ല. അവിടെ ഫഖാലൽ മലഉ അല്ലദീന, അതുപോലെ ആബാഇനൽ അവ്വലീൻ എന്നുള്ള ഇടത്ത്. അതേപോലെ തന്നെ ഇൽഹാറുൽ ഖമരിയാണ്, അൽ മലഉ എന്നാണ് ഓതേണ്ടത്. അതുപോലെ ആബാഇനൽ അവ്വലീൻ എന്നാണ് ഓതേണ്ടത്. അലിഫ്ലാം അവിടെ എന്ത് ചെയ്യും? ഉച്ചരിക്കും. അതുപോലെ തന്നെ ഇഖ്ഫാ ഉൽ ഹഖീഖി മിൻ ഖൗമിഹി ലഅൻസല, മനസ്സിലായോ? പിന്നെ മദ്ദു മുൻഫസിൽ, അതായത് രണ്ട് പദത്തിലായിട്ട് വരിക അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞതാണത് മദ്ദു മുൻഫസിൽ. മാഹാദ ഇല്ല, അവിടെ മാഹാദ ഇല്ല എന്നാണ് ഓതേണ്ടത്. ഫീ ആബാഇന, മനസ്സിലായോ? അതേപോലെ തന്നെ ഇദ്ഗാമും ബിഗുന്ന ബശറും മിസ്ലുക്കും, അവിടെ മണിച്ചുകൊണ്ട് ഓതണം. അതുപോലെ തന്നെ അയ്യതഫദ്ദല മലായികതമ്മ, ഉണ്ടോ? തമ്മ, അവിടെയും മണിച്ചുകൊണ്ട് ഓതണം. അതുപോലെ തന്നെ ഇൽഹാർ ഷഫവി മിസ്ലുക്കും യുരീദു, അവിടെയും അലൈക്കും വലൗ, മനസ്സിലായോ? പിന്നെ അഹ്കാമുർ റാഹ്, റാഇന്റെ നിയമം മിസ്ലുക്കും യുരീദു എന്നാണ്. റാഇനെ റാ ആയിട്ട് എന്ത് ചെയ്യണം? തർക്കിക്കായിട്ട് ഉച്ചരിക്കണം. മദ് മുത്തസിൽ ഒറ്റ പദത്തിൽ വരിക അല്ലെ? ചേർന്ന് വരിക. മലായിക്കത്തൻ, മദ് ആരിൽ സുക്കൂൻ അവ്വലീൻ എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതുകൊണ്ടാട്ടോ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. ഫഖാലൽ മലഉ, അപ്പോൾ പ്രമുഖ സംഘം അല്ലെങ്കിൽ പ്രധാനികളായവർ പറഞ്ഞു. എന്ത് പറഞ്ഞു? എപ്പോഴാ പറഞ്ഞത്? ഫഖാലാന, അപ്പോൾ പറഞ്ഞു എന്നാ. എപ്പോൾ? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനതയെ വിളിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവരിൽപ്പെട്ട ആ ജനതയിൽപ്പെട്ട ചില പ്രമുഖന്മാരായ പ്രധാനികളായ ആളുകൾ പറഞ്ഞു, അല്ലദീന കഫറു, അവിശ്വസിച്ചവരായ ആളുകൾ, മിൻ ഖൗമിഹി, തൻ്റെ ജനതയിൽ നിന്ന്, മാഹാദ, ഇവനല്ലേ, മാഹാദ, ഇവനല്ലേ, ഇല്ലാ ബശറുൻ, ഒരു മനുഷ്യനല്ലാതെ, ഇവനൊരു മനുഷ്യനല്ലേ, മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ള, മനസ്സിലായോ? ഇവൻ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യനല്ലേ. യുരീദു, അവൻ ഉദ്ദേശിക്കുന്നു, അയ്യതഫദ്ദല, അവന് ശ്രേഷ്ഠത ലഭിക്കുവാൻ, അല്ലെങ്കിൽ അവൻ ശ്രേഷ്ഠനാകുവാൻ. ആളാകാൻ വേണ്ടിയിട്ട് പറയണ, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ അങ്ങനെയാണ്. ഓൻ ആളാകാൻ വേണ്ടി പറയണ, ഈ നിങ്ങളെപ്പോലെയുള്ള ആളെന്നല്ലേ ഇവനും, മനസ്സിലായോ? എന്നിട്ടോ അലൈക്കും, നിങ്ങളുടെ മേൽ, വലൗ ഷാ അല്ലാഹു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ല അൻസല, അവൻ ഇറക്കുക തന്നെ ചെയ്തിരുന്നു, ല അൻസല, അവൻ ഇറക്കുക തന്നെ ചെയ്യും, മലായികത്തൻ, ആരെ? മലക്കുകളെ, മാ സമിഅന,
നാം കേട്ടിട്ടില്ല ബിഹാദ ഇതിനെപ്പറ്റി ഫി ആബായിന നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് അല്ലവ്വലീൻ പൂർവീകന്മാരായ മാതാപിതാക്കളിൽ നിന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടോ? കേൾക്കുന്നുണ്ടോ? ഇതാണ് സാധാരണ നമ്മളെ നാട്ടിലുള്ള പല ആളുകളിൽ നിന്നും കേൾക്കുന്ന ഒരു വചനാണ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോ നൂഹ് നബി അള്ളാഹിനെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവിശ്വാസികളുടെ കൂട്ടത്തിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ പറഞ്ഞ കാര്യം എന്താ? ഇയാള് നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യനല്ലേ, അയാൾ എന്താവാണ്, അയാൾക്ക് ശ്രേഷ്ഠത കിട്ടാൻ അല്ലെങ്കിൽ അയാൾ ആളാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് പറയുന്നതാണ് എന്ന് മാത്രല്ല, നമ്മളെ പൂർവീകന്മാരായ ഒരുപാട് പിതാക്കന്മാര് നമ്മളെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരാരും എന്ത് ചെയ്തിട്ടില്ല, ഇതുപോലെ പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ഇവനൊന്നും നിങ്ങൾ വിശ്വസിക്കണ്ട എന്ന ധ്വനിയാണ് എന്ത് ചെയ്യുന്നത് നൂഹ് നബിയുടെ ജനതയിൽപ്പെട്ട ആളുകള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ടോ നോക്ക്, അല്ലാഹ് പറയാണ്, إن هو إلا رجل به جنة فتربصوا به حتى حين. ഒന്ന് ഓതി നോക്ക്. ഇൻ ഹുവ ഇല്ലാ റജുലും ബിഹി ജിന്നത്തും ഫതറബ്ബസൂ ബിഹി ഹത്താ ഹീൻ. എന്താ പറഞ്ഞ്? അതിലുള്ള തജ്വീദ് നിയമമാണ് ഇൽഹാറുൽ ഹൽഖി. ഇൻ ഹുവ ഉണ്ടോ? റജുലും ബിഹി ജിന്നത്തുൻ സാക്കിനായ നൂന് മനുഷ്യകൊണ്ട് ഓതണം. ജിന്നത്തും അല്ലേ? അവിടെയും ഇഖ്ഫാഉൽ ഹഖീഖിയാണ്. അതുപോലെ ഹത്താഹീൻ മദ്ദുൽ ആരിൽ സുക്കൂൻ, അവസാനം സുക്കൂൻ കൊണ്ട് നിർത്തുമ്പോൾ നീട്ടി ഓതുക. ഇൻ ഹുവ ഇവനല്ല അല്ലെങ്കിൽ അവനല്ല, ഇല്ലാ റജുലുൻ ഒരു പുരുഷനല്ലാതെ മറ്റാരുമല്ല, ബിഹി ജിന്നത്തുൻ. എന്താണ് ജിന്നത്ത് എന്ന് പറഞ്ഞാല്? ഭ്രാന്തൻ എന്നാണ്. മനസ്സിലായോ? ബിഹി ജിന്നത്തുൻ അവനിൽ ഭ്രാന്തുണ്ട്. ഫതറബ്ബസൂ അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുവിൻ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചു കൊള്ളുവിൻ. എന്ത്? ബിഹി അവനെ സംബന്ധിച്ച് ഹത്താഹീൻ കുറച്ചു കാലം വരെ. ഓൻ പിരാന്തനാണ്, മാനസിക രോഗിയാണ് നമ്മളെ നാട്ടിൽ പറയില്ലേ. സത്യത്തില് അള്ളാനെ ആരാധിക്കണം എന്ന് പറയുമ്പോൾ ആദ്യമായി ഇത്തരത്തിലുള്ള കുത്തുവാക്കുകൾ കേട്ടത് അല്ലെങ്കിൽ എതിർപ്പുകൾ കേട്ടത് ആർക്കാണ്? നൂഹ് നബിക്കാണ്. മനസ്സിലായോ? ഇവൻ ഭ്രാന്ത് ബാധിച്ച ഒരു മനുഷ്യൻ മാത്രമാകുന്നു, അതിനാൽ കുറച്ചു കാലം വരെ ഇവന്റെ കാര്യത്തിൽ നിങ്ങൾ കാത്തിരിക്കുവിൻ എന്നതാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ആയത്തിലൂടെ ശത്രുക്കളായ, അതായത് നൂഹ് നബിയിൽ വിശ്വസിക്കാത്ത ആളുകൾ എന്ത് ചെയ്തത് പറഞ്ഞുണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ആയത്ത് വരെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അള്ളാഹു ഇനി ചില സത്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ പറയാൻ പോകുകയാണ് എന്നുള്ളത്. ഈ ആയത്തിന്റെ ബാക്കിയായിട്ട് 950 കൊല്ലം പ്രബോധനം നടത്തിയ ഒരു പ്രവാചകനാണ് ആര്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. പ്രവാചകൻ എന്നതിൻ്റെ ഉപരി അദ്ദേഹം റസൂലും കൂടിയാണ്. ആദ്യത്തെ റസൂലാണ് ആര്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. ആദ്യത്തെ റസൂല്, അള്ളാഹു നിയോഗിച്ച ആദ്യത്തെ റസൂലാണ് ആര്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നുള്ളതാണ്. എന്താ റസൂല് അല്ലെ നബിമാര് എന്നൊക്കെ പറഞ്ഞാലുള്ള വ്യത്യാസം എന്താ? എല്ലാ റസൂലുമാരും എന്താണ്? നബിയാണ്. എല്ലാ റസൂലുമാരും നബിയാണ്. എന്നാൽ എല്ലാ നബിമാരും എന്തല്ല? റസൂലുകളല്ല. ലോകത്തേക്ക് ഒട്ടനവധി പ്രവാചകന്മാർ അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരിൽ നിന്നാണ് റസൂലുമാരും നബിമാരും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ റസൂലുമാര് വളരെ കുറവാണ്. റസൂലുമാരെന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് അള്ളാഹുവിൽ നിന്ന് പുതിയ വേദഗ്രന്ഥങ്ങളോ പ്രത്യേക നിയമസംഹിതകളോ നൽകി
സത്യം നിഷേധിക്കുന്ന ജനവിഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ് റസൂലുമാര്. മനസ്സിലായോ? അതായത് അള്ളാഹുവിൽ നിന്ന് പുതിയ വേദഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക നിയമസംഹിതകളോ അള്ളാഹു കൊടുത്തയച്ചിട്ട് സത്യം നിഷേധിക്കുന്ന ജനവിഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ് ആര്? റസൂലുമാര്. അതായത് അങ്ങനെ നിയോഗിക്കപ്പെട്ട വളരെ കുറഞ്ഞ റസൂലുമാരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത്. 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരുണ്ടെന്ന് ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാം. പക്ഷേ 25 പ്രവാചകന്മാരുടെ പേരുകൾ മാത്രമേ എവിടെ പറയുന്നുള്ളൂ? വിശുദ്ധ ഖുർആനിൽ പറയുന്നുള്ളൂ. അതിൽ തന്നെ 5 പ്രവാചകന്മാരാണ് പ്രഗത്ഭരായ റസൂലുമാര്. ആരൊക്കെയാണത്? ഒന്ന്, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, നബിയാണ്, റസൂലാണ്. രണ്ടാമത്തേത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, നബിയാണ്, റസൂലാണ്. മൂന്നാമത്തേത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, നബിയാണ്, റസൂലാണ്. നാലാമത്തേത് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, നബിയാണ്, റസൂലാണ്. അഞ്ചാമത്തേത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലാണ്, പിന്നെ നബിയുമാണ്. ഈ 5 പ്രവാചകന്മാര്, ഈ 5 റസൂലുകളാണ് സത്യം നിഷേധിച്ച് കളഞ്ഞ ആളുകളിലേക്ക് അള്ളാഹു വേദഗ്രന്ഥം നൽകി നിയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ദാവൂദ് നബിയോ? ദാവൂദ് നബിക്ക് സബൂർ എന്ന വേദഗ്രന്ഥം കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവാചകന്മാരൊക്കെ ഇതിൽ പറഞ്ഞു. വേദഗ്രന്ഥം നൽകപ്പെട്ട മുഹമ്മദ് നബിക്ക് ഖുർആന്, ഈസാ നബിക്ക് ഇഞ്ചീല്, മൂസാ നബിക്ക് തൗറാത്ത്, പിന്നെ ദാവൂദ് നബിക്ക് സബൂർ. സബൂർ എന്ന വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട് ദാവൂദ് നബിക്ക്. പക്ഷേ ദാവൂദ് നബിയെ പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാണ്, അതായത് നബിമാരുടെ കൂട്ടത്തിലാണ് എണ്ണിയിട്ടുള്ളത് എന്നാണ്. അതായത് ഈ 5 ഉലുൽ അസ്മുകളിൽപ്പെട്ട റസൂലുമാരെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ നബിമാരും റസൂലുമാരും ഈ 5 ആളുകളാണ്. അവരെയാണ് ഉലുൽ അസ്മുകൾ എന്ന് പറയാം. മനസ്സിലായോ? നൂഹ് നബി, ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി, മുഹമ്മദ് നബി. ഇവര് ഏറ്റവും പ്രധാനികളായ പ്രവാചകന്മാരിൽ നബിമാരായവരും റസൂലുമാരായവരുമാണ്. എന്നാൽ ഇവരെ കൂടാതെ ചില റസൂലുമാരും കൂടെയുണ്ട്. റസൂൽമാരുടെ പദവിയിലേക്ക് എത്തി ഖുർആൻ പ്രത്യേകമായി പരാമർശിച്ച ആളുകൾ. അതിൽപ്പെട്ട പ്രവാചകന്മാരാണ് ഒന്ന് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, റസൂലുമാരുടെ പദവിയിലേക്ക് എത്തിയ ആളാണ്. അതേപോലെ തന്നെ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം, ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം, സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാം, ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം. ഈ 5 ആളുകളും റസൂലുമാരുടെ പദവിയിലേക്ക് എത്തിയവരാണെന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞതായിട്ടും നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി ആദ്യത്തിൽ വന്നല്ലോ. ഇബ്രാഹിം നബി ആദ്യത്തെ 5 എണ്ണത്തിൽ വന്നു. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരാണ്. അതായത് നബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടരായ 5 ആൾക്കാരാണ് ആദ്യം പറഞ്ഞോല്. നൂഹ് നബി, ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി, മുഹമ്മദ് നബി. ഇവരാണ് നബിമാരിലും റസൂലിമാരിലും ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകൾ. അവരത് കഴിഞ്ഞിട്ട് എല്ലാ പ്രവാചകന്മാരും, എല്ലാ നബിമാരും, എല്ലാ റസൂലുമാരും ഒക്കെ അവരെ താഴെയാണ്. ബാക്കിയുള്ള 5 ആളുകളെയാണ് ഖുർആൻ പ്രത്യേകം എടുത്ത് റസൂലുമാരുടെ പദവിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഒക്കെ ദാവൂദ് നബിക്ക് സബൂർ എന്ന വേദഗ്രന്ഥം കിട്ടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം മൂസാ നബിയുടെ ശരീഅത്ത് അനുസരിച്ചു കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രബോധനം ചെയ്തിട്ടുള്ളത്. അപ്പൊ നിലവിലുള്ള ഒരു പ്രവാചകന്റെ അതേ സംഹിതയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്തത്. അതുകൊണ്ട് എന്തല്ല, അദ്ദേഹം സത്യം നിഷേധിച്ച ആളുകളുടെ കൂട്ടത്തിലേക്ക് വന്ന പ്രവാചകനല്ല. അതുകൊണ്ടാണ് റസൂലിന്റെ പദവിയിൽ അദ്ദേഹം വരില്ല എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വല്ലാഹു അലം. മനസ്സിലായോ? അപ്പൊ അത് ആമുഖത്തിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇവിടെ ആദ്യത്തെ റസൂലാണ് ആര്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ആദിമ മനുഷ്യനായി ഈ ഭൂമി ലോകത്തേക്ക് വന്നിട്ടുള്ളത്.
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞ് 10 തലമുറ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഏകദൈവ ആരാധന എന്ന് പറയുന്നതിൽ നിന്ന് ആളുകൾ വ്യതിചലിക്കുന്നത്. ആദം നബിയുടെ 10 തലമുറ കറകളഞ്ഞ തൗഹീദിലായിരുന്നു. ഒരു ശിർക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ ശിർക്കിന്റെ ഒരു അംശം പോലും അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ആദം നബിയുടെ 10 തലമുറ കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചേ? ഇപ്പോ നമ്മളെ നാട്ടിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ചില ബസ് സ്റ്റോപ്പുകളുടെ പേരുകളൊക്കെ നോക്ക്. ഞാനൊരു ഉദാഹരണം പറയാൻ കേട്ടോ, അല്ലാതെ ഒരു ഇത് പറയല്ല. അതായത് ഇപ്പം ശിഹാബ് തങ്ങൾ ചാരിറ്റി മെമ്മോറിയൽ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇങ്ങനെ CH മെമ്മോറിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടില്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികള്, ഒരുപാട് ഇരിപ്പിടങ്ങള് ആദം നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ നാട്ടിലെ പ്രധാനികളുടെ പേരിൽ ഒരു ഇരിപ്പിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ തലമുറ കഴിഞ്ഞ് വന്ന് 10 തലമുറ കഴിഞ്ഞപ്പോ പിന്നെന്തായി? ആ ആളുകള് വലിയ പുണ്യപുരുഷന്മാരാണ്, അവർ ആരാധിക്കപ്പെടേണ്ടവരാണ് എന്ന് ഈ മക്കൾക്ക് തോന്നുകയും ഇവരെന്ത് ചെയ്തു? നമ്മുടെ പൂർവികരായ ആളുകളൊക്കെ ബഹുമാനിച്ചത് കൊണ്ടാണ് അവരിങ്ങനെ ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് ഈ ആളുകളെ ആരാധിക്കാൻ തുടങ്ങി. ആരൊക്കെയാണ് ആളുകള്? തഫ്സീറിൽ കാണാം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്, നൂഹ് നബിയുടെ ജനങ്ങളിൽ ജീവിച്ചിരുന്ന ഏറ്റവും നല്ല സ്വാലിഹീങ്ങളായിട്ടുള്ള വദ്, സുവാ, യഊസ്, യഊഖ്, നസ്ർ, 5 പേര്. വദ്, സുവാ, യഊസ്, യഊഖ്, നസ്ർ. ഈ 5 ആളുകള് നൂഹ് നബിയുടെ കാലത്തിൽ ഏറ്റവും നല്ല സ്വാലിഹീങ്ങളായിരുന്നു എന്നാ. അതുകൊണ്ട് തന്നെ അവരെ പേരിലൊക്കെ ഒരു ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി വെച്ചു. ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കണുണ്ടല്ലേ, അതേമാതിരി ഉണ്ടാക്കി വെച്ചു. അങ്ങനെ ഉണ്ടാക്കി വെച്ചപ്പോ ഓരോ കാലഘട്ടം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? അവർക്ക് ഇങ്ങനെ ശൈത്താൻ ദുർബോധന നടത്തി കൊടുത്തു. ശൈത്താന്റെ പണി അതാണല്ലോ. എന്ത്? ഇത് നിങ്ങളെ മുമ്പുണ്ടായിരുന്ന ആൾക്കാർ ഇവരെ ബഹുമാനിച്ചിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. അങ്ങനെ പറഞ്ഞ് ആ തലമുറ ആരാധിച്ചിട്ടില്ല, ആദരിച്ചു, ബഹുമാനിച്ചു. പിന്നൊരു തലമുറ വന്നപ്പോൾ വീണ്ടും ശൈത്താൻ ഓലോട് പറഞ്ഞു, എന്ത്? നിങ്ങളെ പൂർവികരെ ഭയങ്കരമായിട്ട് ആദരിച്ചിരുന്ന ആൾക്കാരാണ്, ബഹുമാനിച്ചിരുന്നവരായിരുന്നു. ഇങ്ങനെ പറഞ്ഞ് 10 തലമുറയോട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അത് ആദരിച്ചിരുന്നതും ബഹുമാനിച്ചിരുന്നതും എന്തായി? ആരാധനയായി മാറി. ലോകത്താദ്യമായി അല്ലാഹുവല്ലാതെ ആരാധിക്കുന്ന വസ്തുക്കള് ഈ പറയപ്പെട്ട സ്വാലിഹീങ്ങളായ മനുഷ്യരായി മാറി. മനസ്സിലായോ നിങ്ങൾക്ക്? അങ്ങനെയാണ് സമൂഹത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ശിർക്ക് വരുന്നത്. അപ്പോഴാണ് ആദം നബി കഴിഞ്ഞു 10 തലമുറ കഴിഞ്ഞിട്ട് അള്ളാഹു ഈ ശിർക്കിലേക്ക്, സത്യത്തെ നിഷേധിക്കുന്ന ആളുകളിലേക്ക് ഒരു റസൂലിനെയും നബിയെയും അള്ളാഹു നിയോഗിക്കുന്നത്. ആ നിയോഗിച്ച പ്രവാചകനും റസൂലുമാണ് ആര്? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം തൻ്റെ ജനതയിൽ 950 കൊല്ലമാണ് പ്രബോധനം ചെയ്തത്. നമ്മളൊക്കെ എത്ര കാലഘട്ട ജീവിക്കുക? 60, 70, 80 അല്ലേ? മാക്സിമാണ് 90. വളരെ അപൂർവമായിട്ടാണ് പോവും. എന്നാൽ നൂഹ് നബി ജീവിച്ചത് 950 കൊല്ലാണ്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നൂഹ് നബി ജീവിച്ചത് 950 കൊല്ലം എന്നല്ല, നൂഹ് നബി പ്രബോധനം ചെയ്തത് 950 കൊല്ലം. ആലോചിച്ച് നോക്ക് നിങ്ങള്. എന്നിട്ടോ ആ സമൂഹം മുഴുവനും ഷിർക്കിലേക്ക്, സത്യത്തിന്റെ നിഷേധത്തിലേക്ക് പോയി. അപ്പോഴാണ് അള്ളാഹു നൂഹ് നബിനെ കൊണ്ടുവരുന്നത്. എന്നിട്ട് നൂഹ് നബി പറഞ്ഞതാണ് എന്താ പറഞ്ഞത്? വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. ആ സമയത്താണ് അള്ളാഹ് പറഞ്ഞത്, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, ഒരു ജനതയിലേക്ക് നാം നൂഹിനെ നിയോഗിച്ചു. ഫഖാല, ആ സമയത്ത് നൂഹ് നബി പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, അബ്ദു, നിങ്ങൾ ആരാധിക്കണം അല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. ഈ വദ്ദിനെയും
സുആഇനെയും യഊസിനെയും യഊഖിനെയും നസറിനെയും അല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്, മറിച്ച് നിങ്ങളാ സൃഷ്ടിച്ച, നിങ്ങൾക്ക് എല്ലാ കാര്യവും ചെയ്തു തന്ന ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി പ്രബോധനം ചെയ്ത വിഷയം അതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനോട് പറഞ്ഞ് എന്ത്, വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. എന്താ പറഞ്ഞ്? വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ, നബിയെ നിങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ദൂതനെയും നിയോഗിച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി, അവരിലേക്ക് ബോധനം നൽകിയിട്ടല്ലാതെ. എന്ത്? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല എന്ന കാര്യം വഹി നൽകിയിട്ടല്ലാതെ നിങ്ങൾക്ക് മുമ്പ് ഒരു ദൂതനെയും ഞാൻ നിയോഗിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ലോകത്തേക്ക് കടന്നു വന്ന എല്ലാ ദൂതന്മാരും എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത വിഷയം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, തൗഹീദാണ്. അല്ലേ? നമ്മൾ ചിലപ്പോൾ പറയില്ലേ, എന്തിനാ പത്ര ഇങ്ങനെ തൗഹീദ് ഇങ്ങനെ പറയണത്, എന്തിനാ നമ്മളിങ്ങനെ അള്ളാഹിനോട് മാത്രം ആരാധിക്കണമെന്ന് പറയുന്നത്? ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ, ഓലെ പ്രയാസങ്ങൾ തീർത്തു കൊടുത്താൽ പോരെ? ആ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കലും ഈ തൗഹീദിൽ പെട്ട കാര്യമാണ്. പക്ഷെ എന്ത് വേണം? പ്രയാസങ്ങൾ തീർത്തു കൊടുത്ത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം ഉണ്ടാവണം. വിശ്വാസം ശരിയായാൽ മാത്രമേ ബാക്കി എന്ത് കർമ്മങ്ങൾക്കും ഇസ്ലാമിൽ പ്രാധാന്യമുള്ളൂ. ഒരാളുടെ വിശ്വാസം ശരിയല്ലെങ്കിൽ അവൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ടാണല്ലോ ഖുർആൻ തന്നെ പറഞ്ഞത്, ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്. ആമനൂന്ന് ആദ്യം പറഞ്ഞ് വിശ്വാസികളാവുക, പിന്നെ വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. ആദ്യം വിശ്വാസം ശരിയാവണം, എന്നിട്ട് കർമ്മങ്ങൾ പ്രവർത്തിക്കണം. അപ്പോഴേ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്തുള്ളൂ? കാര്യം ശരിയാവുള്ളൂ, അള്ളാഹ് സ്വീകരിക്കുള്ളൂ. ഒരാൾക്ക് അല്ലല്ലാത്ത ഒരാളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ 5 നേരം നിസ്കരിച്ചല്ല 15 നേരം നിസ്കരിച്ചിട്ട് കാര്യമില്ല, അള്ളാഹ് സ്വീകരിക്കൂല. കാരണം എന്താ? ഓൻ്റെ വിശ്വാസം തെറ്റാണ്. വിശ്വാസം അള്ളാഹുവിലേക്ക് തിരിച്ചാൽ മാത്രമേ, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന ഒരു മനുഷ്യൻ 5 നേരം നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിൽ അപാകതകളില്ലെങ്കിൽ പടച്ച റബ്ബ് എന്ത് ചെയ്യും? കബൂൽ ചെയ്യും. ഓൻ്റെ വിശ്വാസം ശരിയല്ല, ഓൻ എത്ര നന്നാക്കി നിസ്കരിച്ചിട്ടും കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യമില്ല. കുറേ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ, അപ്പൊ നമ്മൾ പറഞ്ഞെന്താ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം യഥാർത്ഥ തൗഹീദിലേക്ക് ആളുകളെ പ്രബോധനം ചെയ്തു. നൂഹ് നബി മുതൽ തുടങ്ങി മുഹമ്മദ് നബി വരെയുള്ള എല്ലാ പ്രവാചകന്മാരും സമുദായത്തിലേക്ക് വന്നപ്പോൾ അവരുടെ സമൂഹത്തോട് ആദ്യമായി പറഞ്ഞ വിഷയം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, ഈ തൗഹീദാണ്. കാരണം തൗഹീദ് ക്ലിയറായാൽ മാത്രമേ മറ്റു കർമ്മങ്ങൾ കൊണ്ടെന്തുള്ളൂ? കാര്യമുള്ളൂ. നമസ്കരിച്ചത് കൊണ്ടും നോമ്പെടുത്തത് കൊണ്ടും അതേപോലെ തന്നെ സഹായിച്ചത് കൊണ്ടും ഒക്കെ എന്ത് നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അത് റബ്ബ് സ്വീകരിക്കണമെങ്കിൽ വിശ്വാസം എന്ത് ചെയ്യണം? ക്ലിയർ ആവണം. വിശ്വാസം ക്ലിയർ ആവാത്തവൻ്റെ ഒരു നിസ്കാരവും അള്ളാഹു സ്വീകരിക്കൂല, അവൻ്റെ ഒരു കർമ്മവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കറകളഞ്ഞ വിശ്വാസം അത് നമുക്കുണ്ടെങ്കിലേ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ അള്ളാഹു അത് പരിഗണിക്കൂല എന്നാണ് പറഞ്ഞ്. അല്ലേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലത് പറഞ്ഞിട്ടും നൂഹ് നബിക്ക് എന്ത് ചെയ്തിട്ടില്ല? ഒരു മടുപ്പുണ്ടായിട്ടില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് പറഞ്ഞു. നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യനാണ്, ആളുകൾക്കിടയിൽ ആളാവാൻ വേണ്ടിയിട്ടാണ് അയാൾ പറയുന്നത് എന്ന് കളിയാക്കി ഒരുപാട് പരിഹാസങ്ങൾ നടത്തി. അവസാനം നൂഹ് നബി 950 കൊല്ലം ജീവിച്ചിട്ടും എന്ത് ചെയ്തു? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ഘട്ടത്തിലും നൂഹ് നബി മടുത്ത് എന്ത് ചെയ്തില്ല? പോയില്ല. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മളെ ജീവിതത്തിൽ നമ്മൾ എത്ര പ്രാവശ്യം എത്ര ആളുകളോട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു? ആ പ്രബോധനം ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകളും ഏറ്റെടുക്കണം എന്നാ പ്രവാചകൻ പറഞ്ഞു. അതാണ് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചതും. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ
ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. പരസ്പരം നമ്മൾ മനസ്സിലാക്കിയ സത്യം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ഇതാണ് ഖുർആന്റെ കൽപ്പന. ഇത് നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ് എന്നാ. അതാണ് സൂറത്തുൽ അസ്ർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സ്വഹാബികൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയാൽ ആദ്യം സലാം പറയും. എന്നിട്ടോ എന്താ വിശേഷം എന്നല്ല ചോദിക്കുക. ഏയ് എൻ്റെ മരുവളെ വർത്താനം എന്താന്നല്ല ചോദിക്കുക. അല്ല ഇപ്പാൻ്റെ വർത്താനം എന്താന്നല്ല ചോദിക്കുക. സൂറത്തുൽ അസ്ർ ആദ്യം കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു എന്നാ. നമ്മളെന്തോ ചിലപ്പോൾ സലാം തന്നെ പറയില്ല. ഏയ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കൂല. വീട്ടിൽ കയറി വരുമ്പോൾ വിരുന്നാർ വരുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പോലും പറയാത്ത ആൾക്കാരാ. എന്നിട്ടോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കും അല്ലേ. എന്നാൽ മുസ്ലിം പരസ്പരം കണ്ടുമുട്ടിയ എന്താ പറയണ്ടേ? സലാം പറയണം. അള്ളാഹുവിൻ്റെ റസൂല് ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേൽ 6 ബാധ്യതകളുണ്ട് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു തന്ന 6 കടമകളിൽ ഒന്നാണെന്ത്? ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, അവനെ കണ്ടുമുട്ടിയാൽ നീ സലാം പറയണം എന്നുള്ളത്. എത്രത്തോളം എന്നറിയോ? കണ്ടുമുട്ടി സലാം പറഞ്ഞ് പിന്നെയും അവർക്കിടയിൽ ഒരു മറയായി വരുന്നത് ഒരു കല്ലാണെങ്കിൽ പോലും പിന്നെയും കണ്ടുമുട്ടുകയാണെങ്കിൽ സലാം പറയണം. ഇതൊന്ന് കൊണ്ടുപോയിക്കാൻ എൻ്റെ സലാം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളെന്ത് ചെയ്യും? നിങ്ങളല്ലോ ഏയ് നിങ്ങളെ കുറിച്ചല്ല പറയണേ, മറിച്ച് പലരുടെയും ഭാവങ്ങൾ അങ്ങനെയായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായിട്ട് ഇത്തരം മര്യാദകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് അത് മറ്റുള്ളവരോട് പറയണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വീട്ടിൽ വരുന്ന വിരുന്നുകാരോട് ഓല ഇടത്തെ കൈ കൊണ്ട് ചായ കുടിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ അതുപോലും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ മടി കാണിക്കുന്നവരാണ് ഇന്നുള്ള പല മുസ്ലിമീങ്ങളും. ഏയ് ഞാൻ പറഞ്ഞ പോനെന്താ വിചാരിക്കുക? എൻ്റെ വീട്ടിൽ അതിഥിയായിട്ട് വന്നല്ലേ, ഓനോട് ഇപ്പം അങ്ങനെ വെറുപ്പിച്ച് പറയാൻ പറ്റുമോ? ഒരുപാട് ആൾക്കാരുള്ളതല്ലേ, ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് അത് പറയാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും. നമ്മളെന്ത് ചെയ്യുന്നറിയോ? നമ്മളെ കൂടെയുള്ള ആൾക്കാർ ചിലപ്പോൾ കാര്യപ്പെട്ട ആൾക്കാരെ കാരം ഓലെടുത്തേ കൈ കൊണ്ട് കുടിക്കുകയാണെങ്കിൽ എന്നും വലത്തേ കൈ കൊണ്ട് കുടിക്കണോന്ന് പോലും അന്നെന്ത് ചെയ്യും? ഓലക്കൂടെ കൂടിയിട്ട് ഇടത്തേ കൈ കൊണ്ട് ഇങ്ങനെ താങ്ങി കുടിക്കും. ഇസ്ലാമിൽ അങ്ങനെ താങ്ങി കുടിക്കലില്ല. ഞാൻ തുറന്ന് പറയാണ്, ഏയ് ഒരു താങ്ങിക്കുടിക്കൽ ഇസ്ലാമിലില്ല. ഇതാ ശരിബത്ത ഫല്യശ്റബ് ബിയമിനി. അള്ളാൻ്റെ റസൂല് പറഞ്ഞ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ വലത്തേ കൈ കൊണ്ട് കുടിക്കുക, അത്രേ പറഞ്ഞിട്ടുള്ളൂ. താങ്ങാൻ പറഞ്ഞിട്ടില്ല. വലത് കൈ കൊണ്ട് കുടിക്കുക. ഇല്ലാത്തവൻ ചിലപ്പം എന്ത് ചെയ്യും? കൈയിൻ്റെ വിരലില്ലാത്തവൻ ഇതുകൊണ്ട് താങ്ങിയിട്ട് കുടിക്കേണ്ടി വരും. അതല്ല ഞാൻ പറഞ്ഞ്, അതിലൊക്കെ ഇളവുണ്ട് ഇസ്ലാമിൽ. എന്നാൽ ഒരു പ്രശ്നമില്ലാത്തവന് ഇടത് കൈ കൊണ്ട് കുടിക്കാനേ പാടില്ല എന്നാ. നമ്മൾ ആലോചിച്ച് നോക്കി, ഡിസ്പോസിബിൾ ഗ്ലാസ് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ സാധാ ഗ്ലാസ് തന്നെ കൊടുക്കുന്നത് അല്ലേ. ഡിസ്പോസിബിൾ ഗ്ലാസ് ആണെങ്കിൽ പോലും നമ്മളെ ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും എന്ത് ചെയ്യും? കല്യാണത്തിനൊക്കെ പോയാൽ ശരിക്കും കാണാൻ പറ്റും. കല്യാണത്തിന് ടേബിളും ഇരിക്കുമ്പം നമ്മളും ഇരിക്കും, കൂടെ ഇരിക്കണോലൊക്കെ ചിലപ്പോൾ മുസ്ലിമീങ്ങളും ഒക്കെ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. കല്യാണത്തിനല്ലേ. അപ്പം എന്ത് ചെയ്യും? നമ്മൾ അവിടുന്ന് വലിച്ചെറിയുന്ന ഗ്ലാസ് കഴിക്കാറ് അതുപോലും ഇടത്തെ കൈ കൊണ്ടാ കുടിക്കുക. വലത് കൈ കൊണ്ട് കുടിക്കാൻ നമുക്ക് എന്താണ്? നാണമാണ്, ലജ്ജയാണ് അല്ലേ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ സദസ്സിൽ ഇതുപോലൊരു മനുഷ്യൻ ഇടത് കൈ കൊണ്ട് കുടിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? അരുത്, വലത്തെ കൈ കൊണ്ട് കുടിക്കും. അപ്പോൾ അയാൾ പറഞ്ഞു, നമ്മൾ പറഞ്ഞ അതേമാതിരി ഭക്ഷണമൊക്കെ കഴിച്ച അതേ കൈ കൊണ്ട് ഗ്ലാസ് പിടിച്ച അയിമല അതിൻ്റെ അവശിഷ്ടങ്ങളാവൂലേ, ഞാൻ ലജ്ജിക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ഒരിക്കലും ചെയ്യരുത്, വലത്തെ കൈ കൊണ്ട് തന്നെ കുടിക്കണം. വീണ്ടും അയാൾ ആ തെറ്റാവർത്തിച്ചു എന്നാ. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, മസ്തത്താത്ത, ഇനി നിനക്കതിന് കഴിയില്ല. ആ പറഞ്ഞതിന് ശേഷം സ്വഹാബാക്കൾ പറയുന്നുണ്ട്, അദ്ദേഹം മരിക്കുന്നത് വരെ അയാളുടെ വലത് കൈ കൊണ്ട് വായയിലേക്ക് പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അള്ളാന്റെ ശിക്ഷ ഈ ദുനിയാവിൽ വെച്ച് തന്നെ പിടികൂടാൻ കാരണമായ ഒരു തിന്മയാണ് ഇടത് കൈ കൊണ്ട് കുടിക്കുക എന്നുള്ളത്. ഗൗരവമുണ്ടപ്പം. നമുക്ക് സുന്നത്താണ്, നിസാരായി തോന്നും. പക്ഷേ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ പിടികൂടാൻ കാരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാ, ഇടത്തെ കൈ കൊണ്ട് കുടിക്കാൻ പാടില്ല എന്ന്. ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഇത്രയും ഗൗരവമുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് പറയാനുള്ളത് അതാരാണെങ്കിലും മാന്യമായി നല്ല രീതിയിൽ ഗുണകാംക്ഷയോടുകൂടി എന്ത് ചെയ്യണം?
പറഞ്ഞു കൊടുക്കണം. ചില ആൾക്കാർ പറയും, ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട് വഷളാക്കുക എന്നുള്ള ഉദ്ദേശിച്ചിട്ട്, ആളുകളുടെ ഇടയിൽ മറ്റുള്ളവരെ വഷളാക്കാൻ വേണ്ടിയിട്ട് ഓൻ വലിയ ആളാണെന്നുള്ള നിലക്ക് എന്ത് ചെയ്യും, ഓൻ ചിലപ്പോൾ ഇങ്ങനെ ഉപദേശിക്കും. അത് പാടില്ല. നമ്മളൊരു തെറ്റ് പറഞ്ഞു, ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് നിങ്ങൾ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞിങ്ങനെ നടക്കുക, ഇന്നോട് നിങ്ങൾ മിണ്ടുന്നില്ലെങ്കിൽ അത് മഹാകുറ്റമാണെന്നാ ഇസ്ലാം പഠിപ്പിക്കണത്. മനസ്സിലായണ്ടോ? അങ്ങനെയാണെന്ന് പലതും നടക്കണ്. തെറ്റ് ചെയ്യുന്നവനോട് നമ്മൾ സൂചിപ്പിക്കൂല. ഇപ്പം ഞാൻ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പരസ്പരം അയാളെ സ്വഭാവം അങ്ങനെയാണ്, അയാളെ അഞ്ഞ് വിളിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നാട്ടിലാകങ്ങൾ പാട്ടാക്കി ഉണ്ടാവും. എന്നാ ഫസ്റ്റ് കണ്ടവൻ, അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റാണെന്ന് കണ്ട മനുഷ്യണ്ടല്ലോ, ഓൻ ആദ്യം എന്താ ചെയ്യണ്ടേ? 4 ആൾക്കാരെ വിളിച്ചിട്ട് പത്രസമ്മേളനം നടത്തി പറയല? അല്ല, തെറ്റ് ചെയ്യുന്ന എന്നോടാണ് സൂചിപ്പിക്കേണ്ടത്. ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉസ്താദെ ഇത് ശരിയല്ല കേട്ടോ, ഇത് നമുക്ക് പറ്റുന്നതാണ്, എന്താ ഇത് നിങ്ങൾ എങ്ങനെ അറിയാതെ ചെയ്യുന്നതാണോ എന്ന് മാന്യമായി ഗുണകാംക്ഷയോടുകൂടി എന്ത് ചെയ്യണം? തിരുത്തി കൊടുക്കണം. ഇല്ലെങ്കിലോ നിങ്ങൾ എൻ്റെ പേരിൽ ഗീബത്ത് പറഞ്ഞു എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ്. ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണോ ചെയ്യലുള്ള? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കേട്ടോ, എന്നെ വിട്ടേക്ക്. നമ്മൾ അങ്ങനെയാണോ ചെയ്യാറുള്ളത്? ഒരാളിൽ ഒരു തെറ്റ് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇന്നത്തെ കാലത്തൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇടല, എന്നിട്ട് ലോകം മുഴുവൻ പ്രചരിപ്പിക്കും. അറിയേണ്ടവരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അവസാനം പിന്നെന്താണ്? അതിൻ്റെ ശരി ഇതാണെന്ന് അറിയാം. അതാരും അറിയില്ല. അതാരും അറിയില്ല. സത്യമാണത്. സത്യം മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് മുമ്പ് അവൻ്റെ പേരിൽ നുണകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് കൃത്യമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഒരു തെറ്റ് ഒരാളിൽ കണ്ടാൽ അയാളോടാണ് നമ്മൾ സൂചിപ്പിക്കേണ്ടത്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തേറ്റ് കിടക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വന്നൊരു ചെറുപ്പക്കാരൻ്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ ഇറങ്ങിയത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു, ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിനി, ആ കൂട്ടത്തിൽ അദ്ദേഹത്തെ മാത്രം അരികിലേക്ക് വിളിച്ചു വരുത്തിയെന്നാ. എന്നിട്ട് പറഞ്ഞു, ഇർഫ സൗബക്ക്, നിന്റെ വസ്ത്രം നീ കയറ്റി കൊടുക്ക്. കാരണം എപ്പോ കത്തി കൊണ്ട് കുത്തേറ്റ് കിടക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണത്തിന്റെ വേദന അനുഭവിക്കുന്ന സമയത്ത് പോലും എന്ത് ചെയ്തിട്ടുണ്ട്? തിന്മ കണ്ടപ്പോ അത് ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിന്റെ വസ്ത്രം നീ നെരിയാണിക്ക് മുകളിൽ കയറ്റി കൊടുക്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഉപദേശം, ആ ഒരു ഉത്ബോധനം, അതൊരു ഗുണകാംക്ഷയോട് കൂടിയുള്ള ഉത്ബോധന. അത് ആള് നന്നാവണം എന്ന് വിചാരിച്ചിട്ടാ. നമ്മളെ ബാധ്യത നിർവഹണത്തിൽപ്പെട്ട നമ്മുടെ ബാധ്യതയായിട്ടാണ് അത് കാണേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പരസ്യമാക്കല്ല വേണ്ടത്. മറിച്ച് ചെയ്യുന്ന വ്യക്തി ആരാണോ അയാളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഒരു വട്ടെങ്കിലും പറഞ്ഞു കൊടുക്കൽ ബാധ്യതയാണ്. അതോടുകൂടി കഴിഞ്ഞു. എന്നാലും പരസ്യമാക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പറഞ്ഞത് ട്ടാ. ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതപ്പെടുത്തുന്ന കാര്യമാണ് മറ്റൊരാൾ പറയുന്നതെങ്കിൽ അയാൾ മരണപ്പെട്ട് ഖബറിൽ കിടക്കുമ്പോൾ പോലും നീണ്ട നഖങ്ങൾ ഉപയോഗിച്ച്, നല്ല മൂർച്ചയുള്ള നഖങ്ങൾ കൊണ്ട് അവരുടെ മുഖത്തും ശരീരത്തിലുള്ള മാംസങ്ങൾ പിച്ചി ചീന്തി ഭക്ഷിക്കാൻ കാരണമായിട്ടുള്ള, അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കൂട്ടരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടപ്പോൾ അവരാരാണെന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ജിബ്രീൽ പറഞ്ഞു കൊടുത്ത്, ആളുകളുടെ മാംസം പിച്ചി ചീന്തിയവനാണ് അവൻ, അതുകൊണ്ട് അവൻ ഖബറിൽ അനുഭവിക്കുന്ന ശിക്ഷയാണത്. എല്ലാവർക്കും ആഖിറത്തിലെത്തിയിട്ടാണ് ശിക്ഷ ഉണ്ടാവുക. പക്ഷെ ചില ആളുകൾക്കൊക്കെ ഖബറിലെത്തിയാൽ തന്നെ എന്തുണ്ടാവും? ബർസഖി ലോകത്ത് തന്നെ അവൻ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന കാരണങ്ങളിൽ ഒന്നാണ് ഗീബത്ത് പറയലെന്ന് റസൂലുള്ള പറഞ്ഞു. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞ തന്നെ എന്താ പറഞ്ഞേ? വലാ യഅതബ് ബഅദുകും ബഅദ അയഹ്കുല ലഹ്മ അഖീഹി മൈത ഫകരിഹ്തുമൂഹു. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ സഹോദരൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ ആ മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒരു മാംസ കഷ്ണം പച്ചയായി മുറിച്ചെടുത്ത് ഭക്ഷിക്കുന്നതിന് സമാനമാണ് മറ്റുള്ളവരെ കുറിച്ച് ഗീബത്ത് പറയൽ, പരദൂഷണം പറയൽ എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം. പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് ആലോചിക്കണം. കാരണം എന്താ? പെണ്ണുങ്ങളെല്ലാം എല്ലാവരും ആലോചിക്കണം. കാരണം നമ്മളെടുത്തുനിന്ന് നമുക്ക് മറ്റുള്ളവരോട് പറയുന്ന കാര്യങ്ങളിൽ കരുതലുണ്ടാവണം. എല്ലാം പറയാൻ പറ്റൂല. മറ്റുള്ളവരെ കുറിച്ച് ഗീബത്ത് പറഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നരകമുണ്ടെന്ന് നമുക്ക് നമ്മളോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം.
ഗീബത്ത് പറയുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ തൗഹീദ് ഉണ്ടായിരിക്കെ തന്നെ, തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ കൃത്യമായ ആശയങ്ങളും നിർദ്ദേശങ്ങളും സ്വഭാവ ഗുണങ്ങളും പെരുമാറ്റ രീതി മര്യാദകളും എല്ലാം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്വർഗം കിട്ടും. ഇല്ലെങ്കിലോ നമ്മളുടെ അവസ്ഥ എന്താന്ന് പറയാൻ പറ്റൂല. തൗഹീദ് ഉണ്ടായിട്ടും ശിക്ഷിക്കപ്പെടൂല എന്നൊന്നും അല്ല പറഞ്ഞിട്ടില്ല, പ്രവാചകൻ പറഞ്ഞിട്ടില്ല, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ അവൻ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് കാരുണ്യം കിട്ടിയത് കൊണ്ട് ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെട്ടേക്കാം. എന്നാൽ അവൻ ചെയ്ത ശിക്ഷ, അവൻ ചെയ്ത പ്രവർത്തനം ശിക്ഷയ്ക്ക് വിധേയമായിട്ടുള്ള പ്രവർത്തനമാണെങ്കിൽ തീർച്ചയായും നരകത്തിലിട്ട് അവനെ ശിക്ഷിക്കുമെന്ന് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കടുകുമണിയുടെ അളവോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് വിശ്വസിച്ചവനാണെങ്കിൽ അവൻ ആ ശിക്ഷ കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അത് അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടണ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട്. മനസ്സിലായുണ്ടോ? അതുകൊണ്ടാണ് വിശ്വാസം നേരെയാവണം. ഒരു കാരണവശാലും വിശ്വാസത്തിൽ ഒരു കടുകുമണിയുടെ അളവോളം എന്ത് ചെയ്യാൻ പാടില്ല? ശിർക്ക് വരാൻ പാടില്ല. കടുകുമണി നിങ്ങൾക്ക് അറിയില്ലേ? ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. അത്ര അളവ് പോലും അല്ല, അതിലേറെ ചെറുതാണെങ്കിൽ പോലും ശിർക്ക് വരാൻ പാടില്ല. ശിർക്ക് വന്നാൽ ആ മനുഷ്യൻ ഒരിക്കലും സ്വർഗമില്ല എന്നാണ്. അയാൾ തൗബ ചെയ്യാതെ അയാൾക്ക് സ്വർഗമില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹറമല്ലാഹു അലൈഹിൽ ജന്ന എന്നാണ്, സ്വർഗം നിഷിദ്ധമാണ്, ഹറാമാണ്. ആർക്ക്? അള്ളാഹുവിൽ പങ്കു ചേർത്തവർക്ക്. അതുകൊണ്ട് എത്ര വലിയ പുണ്യപുരുഷന്മാരാണെങ്കിലും മഹത്തുക്കളാണെങ്കിലും മഹാത്മാക്കളാണെങ്കിലും അവരെയൊന്നും വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള അധികാരം അടിമകളായ നമുക്കില്ല. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ആരാധിക്കേണ്ടതും ആരോട് മാത്രം? അള്ളാഹുവോട് മാത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കി, മഴ വർഷിപ്പിക്കുന്നത് മൊയ്തീൻ ഷെയ്ഖാണ് വിശ്വസിക്കുന്നവൻ, അല്ലെങ്കിൽ CM വലിയുള്ളയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ, എന്താ അവൻ്റെ അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നരകല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെതിരെ പറയുന്നത്. അവരെ നരകത്തിലേക്ക് തള്ളിവിടണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല നമ്മളാരും. അതുകൊണ്ടാണ് ഓലോട് നമ്മളത് പറയുന്നത്, സ്നേഹത്തോടു കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. എന്ത്? നിങ്ങൾ ഒരു കാരണവശാലും അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും വിളിക്കരുത്, മറ്റൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്, സഹായം ചോദിക്കരുത്. കാരണം അള്ളാഹു ലോകത്ത് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് പഠിപ്പിച്ച വിഷയമാണേത്? അഅ്ബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അവനല്ലാതെ നിങ്ങൾക്ക് ഒരാരാധ്യനുമില്ല. മുഹമ്മദ് നബി വരെയുള്ള സകലമാന പ്രവാചകന്മാരും പ്രബോധനം ചെയ്തതും അതേ വിഷയമാണ്. അപ്പം അതിൻ്റെ ഗൗരവം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും പരീക്ഷണ ഘട്ടങ്ങളിലും എല്ലാ സന്ദർഭത്തിലും അല്ലാതെ മറ്റൊരാളോടും നമ്മുടെ സങ്കടങ്ങൾ പറയരുത്, നമ്മുടെ പ്രയാസങ്ങൾ പറയരുത്. അതെല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ കൃത്യമായി ബോധ്യപ്പെടുത്തിയാൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും എന്നുള്ളത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്, അള്ളാഹിൻ്റെ വാഗ്ദാനമാണ്. നിങ്ങൾ എന്നോട് ചോദിച്ചോളി, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നിങ്ങൾ എന്നോട് മാപ്പിനെ തേടിക്കോളൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. എപ്പോഴാ അള്ളാഹ് പറയാ? യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലസ്സമാഇ, അള്ളാഹു 7-ാം ആകാശത്ത് നിന്ന് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എപ്പോ? രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ. എന്നിട്ട് അള്ളാഹ് ചോദിക്കും, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ? ഞാൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാം. ആരുണ്ട് എന്നോട് സഹായം ചോദിക്കാൻ? ഞാൻ അവർക്ക് സഹായങ്ങൾ നൽകാം എന്ന് അള്ളാഹ് പറയുമെന്നാണ്. അത് വെറുതെ പറയുന്നല്ല. ഇന്ന വഅദല്ലാഹി ഹഖ, പടച്ച റബ്ബിന്റെ വാഗ്ദാനം എന്താണ്? അത് സത്യമാണ്. അള്ളാഹ് ചോദിച്ചാൽ തരും. അള്ളാഹിനോട് തന്നെ ചോദിക്കണം. ചോദിക്കുമ്പോൾ കുറച്ച് നിബന്ധനകളുണ്ട്. ഒന്ന്, ഹലാലായത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളെ വസ്ത്രം ഹലാലാവണം, നമ്മളെ ഭക്ഷണം ഹലാലാവണം, സമ്പാദ്യം ഹലാലാവണം. എന്നിട്ട് അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹു അത് കേൾക്കും. അതേപോലെ തന്നെ പ്രതീക്ഷ ഉണ്ടാവണം. എപ്പോഴും ഒരു റജാ ഉണ്ടാവണം പ്രാർത്ഥനയിൽ. പ്രതീക്ഷ ഇല്ലാതെ വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ ചോദിക്കുന്ന കാര്യം തരാൻ കഴിവുള്ളവനാണ് എൻ്റെ റബ്ബ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ റജാവോടുകൂടി എന്ത് ചെയ്യണം?
അള്ളാഹുവിനോട് ചോദിക്കണം. അപ്പം എന്ത് ചെയ്യും? അള്ളാഹു തരുമെന്നാണ്. ചിലപ്പോൾ അപ്പം തന്നെ തരും, ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് തരും, അതുമില്ലെങ്കിൽ നാളെ പരലോകത്തെങ്കിലും വെച്ചിട്ട് തരുന്ന അള്ളാഹു തരാതിരിക്കൂല. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രയാസഘട്ടത്തിലും അള്ളാഹുവിനോട് മാത്രം നമ്മൾ ചോദിക്കുകയും ആവശ്യപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അവനല്ലാതെ ഒരു ആരാധ്യനില്ല, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അവനോടല്ലാതെ മറ്റാരോടെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് വലിയ ശിർക്കാണ്, പാതകമാണ്. ആ ശിർക്ക് ചെയ്തവൻ നരകത്തിൽ എന്നെന്നും നിത്യവാസിയായിരിക്കും. ഖാലിദീന ഫീഹ എന്നാണ്. നരകത്തിൽ അവൻ എന്നെന്നും ജീവിക്കേണ്ടവനാണ്. ഒരു മോചനവും നരകത്തിൽ നിന്ന് അവന് കിട്ടുകയില്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് 950 കൊല്ലവും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പറഞ്ഞത്. അദ്ദേഹത്തെ കളിയാക്കി ആളുകൾ പരിഹസിച്ചു. സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു, ഒരു പ്രത്യേകതയില്ലാത്ത ആളാണെന്ന് പറഞ്ഞു, ജനങ്ങൾക്കിടയിൽ ആളാവാൻ വേണ്ടി പറയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് കുത്തുവാക്കുകളും പ്രയാസങ്ങളും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഈ 950 കൊല്ലവും അദ്ദേഹത്തിന്റെ ജനതയിൽപ്പെട്ട വിശ്വസിക്കാത്ത ആളുകൾ അദ്ദേഹത്തിനെതിരെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ഷമിച്ചു. ക്ഷമയുടെ ഭാഗമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടും നൂഹിൽ നബിയിൽ വിശ്വസിച്ച ആളുകളോടും എന്ത് ചെയ്യാൻ പറയുന്നത്? അള്ളാഹു രക്ഷപ്പെടാൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ നിർദ്ദേശം നൂഹ് നബി പാലിച്ചത്, അത് കുടുംബവിശ്വാസം, ദുആയുടെ പ്രാർത്ഥന, പ്രാധാന്യം, അതേപോലെ തന്നെ ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഒക്കെ കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടായാൽ വിജയത്തിലേക്കുള്ള ഒരു വഴികാട്ടിയാണ് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കപ്പലുണ്ടാക്കിയതും അതിൽ നിന്ന് രക്ഷപ്പെട്ടതൊക്കെയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് കൃത്യമായിട്ട് പഠിക്കാം. അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അമലുകൾ ചെയ്യുക. ജീവിതത്തിൽ ചെയ്യുന്ന അമലുകൾക്ക്, പ്രവർത്തനങ്ങൾക്ക്, വിശ്വാസങ്ങൾക്ക് ഒരു ശിർക്കും അതേപോലെ തന്നെ അന്ധവിശ്വാസവും വിദഅത്തും വരാതെ കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ വിശ്വാസത്തെ കൃത്യമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അവനോട് മാത്രം സഹായം ചോദിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായി, മുവഹിദുകളായി ജീവിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും പ്രവേശിപ്പിക്കുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ആളുകളുടെ രോഗം അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.